അപ്പോൾ നമ്മുടെ ക്രോളിംഗ് ഗെയിമിന് വേണ്ടി എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. നിയമങ്ങളൊക്കെ അറിയാമല്ലോ, ഒരിക്കൽ കൂടെ പറയണോ? കോച്ച് പ്ലീസ്. ഓരോ ഫ്രെയിമിന്റെ സെന്ററിൽ അവിടെ ഇവിടെയൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് കാണാം. ഓരോ ഫ്രെയിമിന്റെ ഇടയിൽ കൂടെ ക്രോൾ ചെയ്തിട്ട് വേണം നമ്മളത് ക്രോസ് ചെയ്യാൻ. പക്ഷേ ആ ഇട്ടിരിക്കുന്ന നോട്ട്സ് എല്ലാം നിങ്ങൾ അഴിക്കണം, പൊട്ടിക്കല്ല. എവിടൊക്കെ നോട്ട്സ് നിങ്ങൾ കാണുന്നുണ്ടോ, പല രീതിയിലായിരിക്കും നോട്ട്സ് വന്നിരിക്കുന്നത്. ആ നോട്ട്സ് അയച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അതിനകത്തൂടെ ക്രോൾ ചെയ്യാൻ പറ്റൂ. എഡിറ്റ് നിന്ന് 4 കാലം നടന്നിട്ടല്ല പോകണ്ടേ, ക്രോൾ ചെയ്തിട്ട് തന്നെയാണ് ഇത് ക്രോസ് ചെയ്യേണ്ടത്. ഇല്ല, ക്രോളിംഗ് പൊസിഷനിൽ തന്നെ നോട്ട് അടിക്കേണ്ടി വരും. ആദ്യം ആ ഫിനിഷ് ചെയ്ത് ഫ്ലാഗ് എടുക്കുന്ന ആളാണ് ജയിക്കുന്നത്. ഒരു ടീമിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ മറ്റേ ടീമിൽ നിന്ന് ഒരാൾ പോകും, ഒന്നിച്ചായിരിക്കും നിങ്ങൾ തുടങ്ങുന്നത്. ക്ലിയർ അല്ലേ? നിങ്ങളുടെ ടീമിൽ നിന്ന് ആരൊക്കെയാണ് വരുന്നത്? ഞങ്ങളുടെ ടീമിൽ നിന്ന് ഷഫീഖ്, സ്നേഹ, ശ്രീകാന്ത്. വെരി ഗുഡ്. ഷഫീഖ്, സ്നേഹ, ശ്രീകാന്ത്. യെസ്. ഓക്കെ. മസ്താനിയുടെ ടീമിൽ നിന്നോ? ഫവാസ്, അനീഷ്, ബിൻസു. ഫവാസ്, അനീഷ്, ബിൻസു. അപ്പൊ ആദ്യം വരുന്ന ആരൊക്കെയാണ്? ഫവാസ്, ശ്രീകാന്ത്. ഓക്കെ, രണ്ടുപേരും റെഡി ആയിക്കോ, മുന്നോട്ട് വന്നോളൂ. ഗെറ്റ് സെറ്റ്, ഗോ. എല്ലാ ശരീരഭാഗങ്ങളും ഉപയോഗിച്ച് അടിക്കാവുന്നതാണ്. ഇനി ഒരാള് 2 or 3 ഫ്രെയിം പോയിന്ന് വെച്ചിട്ട് അതിന് യാതൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ 4ാമത്തെ ഫ്രെയിമിലെ കുരുക്കായിരിക്കും അയാളെ പ്രശ്നമാക്കുന്നത്. കാർത്തിക്, എന്താണ് നിങ്ങളുടെ അടുത്ത് നിർദ്ദേശങ്ങളൊന്നും വരുന്നില്ലല്ലോ? ശ്രീകാന്ത് ആദ്യ ഫ്രെയിമിന്റെ 2ാമത്തെ കെട്ട് അവസാനം രണ്ടാമത്തെ. ഇപ്പൊ രണ്ടുപേരും ഒരേ നിലയിൽ എത്തിയിരിക്കുകയാണ്. ഫവാസ്, ആ ലൂസെന്റിനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഫവാസ്, പൊട്ടിക്കാൻ പറ്റില്ല. പൊട്ടിച്ചാൽ അത് ഫ്രെയിമായിട്ട് കൂട്ടില്ല ഞങ്ങള്. വളരെ നിസ്സാരമായിട്ടാണ് ഫവാസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഫവാസിന് എനിക്ക് തോന്നുന്നു ആ നാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു വലിക്കാനുള്ള. ഫവാസ് 2ാമത്തെ ഫ്രെയിം കഴിഞ്ഞു. ബട്ട് ശ്രീകാന്ത് പറയില്ലല്ല. ഫവാസ് 3ാമത്തെ ആദ്യത്തെ കെട്ടയച്ചു. ശ്രീകാന്ത്, ഗെയിം മനസ്സിലായില്ലേ? കെട്ടുകല്ല ശ്രീകാന്ത്, അഴിക്കാണ് ഗെയിം. കഴിഞ്ഞു. ഫവാസ് 5ാമത്തെ ആദ്യത്തെ കെട്ടഴിച്ചു കഴിഞ്ഞു. ഫവാസ് ഈസ് വെരി സ്ട്രോങ്. വളരെ സ്ട്രോങ് കണ്ടന്റർ ആണ് ഫവാസ്. ഫവാസിന് ഇനി 4 എണ്ണം കൂടി ബാക്കിയുണ്ട്. പതുക്കെ അഴിക്കാൻ നോക്കിയാൽ മതി. ഈ നോട്ടിൽ താങ്കൾ പെട്ട് കിടക്കാണ്. നോക്കി ആദ്യം കെട്ടെന്താണെന്ന് മനസ്സിലാക്കി നോക്ക്. ഫവാസ് 6 ഫ്രെയിം കഴിഞ്ഞു. 6 ഫ്രെയിം കഴിഞ്ഞു.
ആലോചിച്ച് ഒരു വലിയുടെ കെട്ടാണത്. ഒരു വലിയുടെ കെട്ടാണത്. അത് വലിച്ച അല്ല ഇത് ആമയും മുയലും കഥയിൽ അവസ്ഥയാകുമോ ഫവാസിന്? ശ്രീകാന്ത് നോക്കൂ, ഫവാസ് സെക്കൻഡ് ലാസ്റ്റ് ഫ്രെയിമിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞു. ശ്രീകാന്ത് 1, 2, 3, 4 കഴിഞ്ഞിട്ടുണ്ട്. 5ാമത്തേലാണ് ശ്രീകാന്ത്. അവിടെ 8ാമത്തെ കഴിഞ്ഞു. അവസാനത്തെ ഫ്രെയിമിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ ക്രോളിംഗ് ഗെയിമിന്റെ സെക്കൻഡ് റൗണ്ട് ആരംഭിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും നമ്മൾ പിന്നെ നിങ്ങൾക്ക് ആ ടെക്നിക്കൊക്കെ പിടി കിട്ടിയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ അതിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സിമ്പിളും ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം നിങ്ങൾ പോകുന്നവര് ക്രോൾ ചെയ്ത് തന്നെ പോകണം. എഴുന്നേറ്റ് ഇരിക്കാനോ മലർന്ന് കിടക്കലോ ഒഴിവാക്കിയിട്ടുണ്ട്. കൈ കുത്തി എഴുന്നേറ്റ് നിന്ന് നോക്കുന്ന പരിപാടി അതൊന്നും പറ്റില്ല. ക്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ക്രോൾ ചെയ്ത് തന്നെ പോവുക. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ? റെഡി. ആരാ മത്സരിക്കാൻ പോണേ? സ്നേഹ. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി, സ്റ്റാർട്ട്. നിസ്സാരം. മനസ്സിലാക്കി വലിച്ചു. ഇവരാരും പ്രോത്സാഹിപ്പിക്കത്തില്ല, കൈയടിച്ച് കോൺസെൻട്രേഷൻ പോകുമെന്നും പറഞ്ഞ്. അത് വലിക്കാനുള്ള കെട്ടാണ്. സ്നേഹ 3ാമത്തേലേക്ക് കടന്നിരിക്കുകയാണ്. മോശമല്ല. ആദ്യത്തെ ഒരു റൗണ്ട് അടിക്കാനുള്ളതാണ്. സെക്കൻഡ് റൗണ്ടാണ്. കുറച്ച് എളുപ്പമാക്കി തന്നത്. സ്നേഹ 5ാമത്തേലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പൊ പിടികിട്ടിയല്ലേ ബിൻസു? മോശമല്ല. തേർഡ് ഫ്രെയിമിലോട്ട് എത്തിയിട്ടുണ്ട്. മോശമല്ല. സ്ലോ ബട്ട് സ്റ്റഡി എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ് ബിൻസു ഫോളോ ചെയ്യുന്നത്. മോശമല്ല. ബിൻസു 4ാമത്തേലെത്തി. 5ാമത്തേല് സ്നേഹ. സമനിലയായി. പുറകെ കിടന്നിരുന്ന ബിൻസു പെട്ടെന്നാണ് 3 ഫ്രെയിം ഫ്രണ്ടിലേക്ക് എത്തിയത്. ആര് വേണമെങ്കിലും ജയിക്കാം. വലതുവശത്ത് സ്നേഹ, ഇടതുവശത്ത് ബിൻസു. എനിക്കൊന്ന് കെട്ടഴിക്കുന്ന ലെവല് പോലും ഒപ്പമാണെന്ന് തോന്നുന്നു. അതെ.
തുടക്കത്തിൽ ഭയങ്കര സ്പീഡിൽ പോയെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ബിൻസുവിന്റെ മുന്നേറ്റം മനോഹരമായിരുന്നു. പെട്ടെന്നാണ് മൂന്ന് ഫ്രെയിം അയച്ചത്. ഒടുവിൽ ഫോട്ടോ ഫിനിഷ് വരുമോ? മുന്നേറിയിരിക്കുന്നു ബിൻസു, വിട്ടുകൊടുക്കരുത്. സ്നേഹ കഴിവിന്റെ പരമാവധി സർവശക്തിയും ഉപയോഗിച്ചാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തേക്ക് കടന്നിരിക്കുന്നു. 2 ഫ്രെയിമിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട് ഇപ്പൊ. സെക്കൻഡ് ലാസ്റ്റ് ഫ്രെയിമിൽ സ്റ്റക്ക് ആയിട്ടുണ്ട്. ആ അഡ്വാൻറ്റേജ് ബിൻസുവിന് ലഭിച്ചു. ബിൻസു സ്നേഹ ഒറ്റ ഫ്രെയിമിന്റെ വ്യത്യാസമുള്ളൂ. സ്നേഹ സ്റ്റക്കാണ് സെക്കൻഡ് ലാസ്റ്റിൽ. ഒരു ഫ്രെയിമിന്റെ വ്യത്യാസം മാത്രം, ഒരു ഫ്രെയിമിന്റെ ലീഡ് മാത്രം സ്നേഹയ്ക്ക്. സ്നേഹയും ബിൻസുവും കുറച്ച് സ്റ്റക്ക് ആയിട്ടുണ്ട്. അതെ അതെ, കുറച്ച് സ്റ്റക്ക് ആയിട്ടുണ്ട്. രണ്ടുപേരും ഏകദേശം ഏകദേശം ബിൻസുവിന്റെ തയ്യാറായി. സ്നേഹ ലാസ്റ്റ് ഫ്രെയിമിലേക്ക് മുന്നേറിയിട്ടുണ്ട്. ലാസ്റ്റ് 2 ഫ്രെയിമിന്റെ ലീഡുണ്ട്. യഥാർത്ഥത്തിൽ 3 ഫ്രെയിമിന്റെ ലീഡുണ്ട് അവിടെ. ബിൻസു ബേസ് പിക്കപ്പ് ചെയ്യണം. നോക്കി അഴിച്ചെടുക്കൂ. ബിൻസു ഓൾമോസ്റ്റ് തീരാറായി തോന്നുന്നു. സ്നേഹ ഓൾമോസ്റ്റ് തീർന്നിരിക്കുന്നു. സ്നേഹ അപ്പോ 2 ടീമും ഒപ്പത്തിനൊപ്പമായിരിക്കുകയാണ്. ഒന്ന് അവസാനമായി നിങ്ങൾക്ക് പോകുന്ന ആളാരാണ്? ഷഫീഖ് അനീഷ്. ഇത് അവസാനത്തെ റൗണ്ടാണ്, ടൈ ബ്രേക്കർ. കാര്യം ഇപ്പൊ 1-1 എന്ന സമനിലയിലാണ്. ഇതിൽ ജയിക്കുന്നവരുടെ ടീമായിരിക്കും വിൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ ചർച്ചകൾക്ക് ശേഷമാണ് രണ്ടുപേരെ അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത്, അല്ലെ ക്യാപ്റ്റൻസ്? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് റെഡി അല്ലേ? ഷഫീഖ്, അനീഷ് റെഡി. ഫസ്റ്റിലത്തെ വീഴ്ച സൂക്ഷിച്ചു വേണം പതുക്കെ. ഓക്കെ, സ്റ്റാർട്ട്. നോക്കി വലിക്ക് അല്ലെങ്കിൽ ടൈറ്റായി അനീഷ്. ആ 2-1 വലിച്ചാ മതി. അനീഷ് ഫാസ്റ്റ് ആണ്, ബട്ട് ഷഫീഖ് ആളെക്കാട്ടി ഫാസ്റ്റ് ആണ്. അതിൽ കുരുങ്ങി ഷഫീഖ്. കാര്യം അതിൽ വലിച്ച റോപ്പ് മാറിപ്പോയി. അനീഷ് ഒപ്പത്തിനെത്തിരിക്കുകയാണ്. പ്രോത്സാഹനം. ഏറ്റവും അവസാനത്തിൽ എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ അപാരമായ ബട്ട് അനീഷ് അവസാനത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോ വളരെ മനോഹരമായ, വളരെ രസകരമായ ഒരു ഗെയിം, വളരെ ഉദ്വേഗജനകമായ ലാസ്റ്റ് മാച്ചായിരുന്നു. അതെ, രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. അപ്പൊ നമുക്ക് ഇതിന്റെ റിസൾട്ട് 100 കോയിൻസ് ആണ് ഈ ഗെയിമിലൂടെ കിട്ടാൻ പോകുന്നത് വിജയികൾക്ക്. അപ്പൊ കോച്ച്, വിജയികൾ ആരാണ്? വിജയ് ഇത്തവണത്തെ 2 ഗെയിം ജയിച്ചതാരാണ്? യെസ്, മസ്താനിയുടെ ഗ്രീൻ ടീം. പ്രേക്ഷകരെ, അപ്പൊ ഇതിലും കടുത്ത പോരാട്ടങ്ങൾ, പരാതികൾ, പരിഭവങ്ങൾ, കരച്ചിലുകൾ, വേദനകൾ എല്ലാം നമുക്ക് കൗൺസിലിൽ വെച്ച് കാണാം. ഗോ ടു ദ കൗൺസിൽ. ഹായ്, ഞാനിപ്പോൾ ഇരിക്കുന്ന നിസാന്റെ പുതിയ മാഗ്നൈറ്റ് കൂറോ ബ്ലാക്ക് എഡിഷനിലാണ്.
നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, അകത്തുനിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാറാണ്. ഇതിന്റെ ബ്ലാക്ക് അലോയികളാണെങ്കിലും ബ്ലാക്ക് ഗ്രില്ലാണെങ്കിലും ഇതിന്റെ റൂഫ് റെയിലുകളാണെങ്കിലും സ്കിഡ് പ്ലേറ്റ്സ് ആണെങ്കിലും ഒരു ബ്ലാക്ക് ഹെഡ് ലാമ്പുകളാണെങ്കിലും എല്ലാത്തിനും ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ അട്രാക്റ്റീവ്നെസ് വളരെയധികം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. 360 ഡിഗ്രി ക്യാമറ, 336 ലിറ്റർ ബൂട്ട് സ്പേസ്, 205 സെന്റിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഇവയെല്ലാമുള്ള ഈ നിസാൻ മാഗ്നൈറ്റ് കൂറോ NCAP-യിൽ 4 സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് ആണ് ലഭിച്ചത്. ഈ കാറാണ് നമ്മൾ അഡ്വഞ്ചർ ഷോയുടെ വിന്നർക്ക് കൊടുക്കാൻ പോകുന്ന ഈ നിസാൻ മാഗ്നൈറ്റ് കൂറോ. സോ വെയിറ്റ് ആൻഡ് വാച്ച് ഹൂ ഇസ് ഗോണ ഗെറ്റ് ഇറ്റ്. ദ വിന്നർ ഓഫ് ദ അഡ്വഞ്ചർ ഈസ് ഗോണ ഗെറ്റ് ദിസ് ബ്യൂട്ടിഫുൾ കാർ. ഇന്നത്തെ ഗെയിം ഭയങ്കര രസമായിരുന്നു. കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത്. കാരണം 2 ടീമുകൾ, അതായത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇയാൾ ജയിക്കും എന്നൊക്കെ ഞാനും കോച്ചും തമ്മിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് ജയം ഉറപ്പിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ ഇത് മാറ്റിയിട്ട് ചിലർ ഒരു ഒറ്റ പോക്കാണ് നമ്മുടെ പ്രതീക്ഷകളെയൊക്കെ തകർത്തുകൊണ്ട്. അല്ലെ, ഭയങ്കര രസകരമായിട്ട് ചോദിച്ചോട്ടെ, സാധാരണ നിങ്ങൾ എല്ലാരും വന്നിരിക്കുമ്പോൾ വളരെ മ്ലാനമായ മുഖം കൊണ്ടും അല്ലെങ്കിൽ ആരോടെങ്കിലും വഴക്കുണ്ടാക്കാനും ഒക്കെ തയ്യാറായിരുന്നല്ലോ വരുന്നത്. ഇന്നെല്ലാരും ഭയങ്കര ചിരിച്ചിരിക്കുന്നു. ഭയങ്കര സ്വീറ്റ് ഗെയിം ആയിരുന്നു. ഞങ്ങള് ശരിക്കും ജയിക്കേണ്ട ഒരു ഗെയിം ആയിരുന്നു. എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ ചോറിന്റെ ഒരു എഫക്റ്റ് ആണോന്ന് അറിയില്ല, നമ്മളെ പയ്യൻ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. ആരാണ് ഉറങ്ങിപ്പോയത്? ശ്രീകാന്ത്. ശരിക്കും ഉറങ്ങിപ്പോയൊന്നുമല്ല. അതിന്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം. കാര്യം നമ്മൾ ആദ്യം തന്ന സാധനം ഭയങ്കര കടുകട്ടി സാധനമായിരുന്നു. മിസ്റ്റേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷെ അതില് പിന്നെ ഓപ്പോസിറ്റ് ആരായിരുന്നു? ഫവാസിന്. പക്ഷെ അതിന്റെ ഒരു ടെക്നിക്ക് പിടികിട്ടിയോണ്ട് വളരെ പെട്ടെന്ന് ചെയ്തു. 17 മിനിറ്റ് 40 സെക്കൻഡ്. ലൈഫില് എന്റെ ഷൂ ലേസ് അടിക്കാറില്ല, അധിക കാലം കൊണ്ട് ചവിട്ടിക്ക് തുറക്കാറ്. അങ്ങനത്തെ ഞാൻ നൂല് അയക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പൊ ക്യാപ്റ്റൻ ചുമ്മാ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിൽ നിന്ന് നയിക്കേണ്ട ക്യാപ്റ്റൻ പിന്മാറി. എന്നിട്ട് എന്നോട് പോകാൻ പറഞ്ഞു. ഈ സമയത്ത് കൈ വയ്യാത്ത എന്നോട് പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാവർക്കും വയ്യെങ്കിൽ ഞാൻ പൊക്കോളാം. ഞാൻ ഒരു കാര്യം ചോദിട്ടെ, നിന്റെ മൊത്തം ടീം മെമ്പേഴ്സിന്റെ കഴിവുകളെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ധാരണ? എന്താണെന്നറിയാമോ, നമ്മളൊരു ടീമിന്റെ ലീഡർ ആയിരിക്കുമ്പോ നമ്മളുടെ കൂടെയുള്ളവരുടെ കഴിവുകളും പോരായ്മകളും നമ്മൾ മനസ്സിലാക്കും. തീർച്ചയായിട്ടും ഒരു ടാസ്ക് തരുമ്പോഴത്തേക്ക് ആ ടാസ്കിനകത്ത് ആപ്റ്റ് ആയിട്ടുള്ളത് ആരാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി വേണം. അല്ല, ആ ബുദ്ധി അവനില്ലാന്ന് നിങ്ങളും പറയണ്ട. കാരണം അതിനകത്ത് ഈ 2 ക്യാപ്റ്റന്മാരും പരാജയങ്ങളുണ്ട്. കാര്യം നിങ്ങൾ 2 പേരും നിങ്ങളുടെ ടീമിന്റെ സ്ട്രെങ്ത് എന്താണ് എന്നുള്ളത് ഇതുവരെയും ഐഡന്റിഫൈ ചെയ്തു. അണ്ണാ അതിലൊരു വിഷയമുണ്ട്. കാരണം നിങ്ങള് 2 കൽപ്പിച്ച് ഒരാളെ അങ്ങ് ഇറക്കി വിടുകയാണ്. നിങ്ങൾ പ്ലാൻ ചെയ്ത 5 ടെക്നിക്സ് എന്തായിരുന്നു? എനിക്കറിയാം. അതിന് പിന്നെ ഒന്ന് മറ്റേ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് കുത്തിയെടുക്കാം. ഇത് 2 കിട്ടാത്തോണ്ടാണ് എന്റെ പോക്കറ്റ് 2 കല്ല് ഞാൻ ഇട്ടുണ്ട്. ഞാൻ പോയിട്ട് അതും വെച്ചെടുത്തോളാം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനത്തെ ടെക്നിക്ക് ഒന്നും ഇല്ലായിരുന്നോ? ഞങ്ങൾക്ക് ഇറങ്ങുക അഴിക്കുക, ഞങ്ങള് ജയിച്ചു. ബിൻസ് എങ്ങനെയായിരുന്നു ഇത് ഒപ്പിച്ചത്? അങ്ങ് ഇറങ്ങി, പിന്നെ ഇച്ചിരി പാടായിരുന്നു കുരുക്കഴിക്കാൻ. ഭയങ്കര സിമ്പിൾ. കാരണം എന്താണെന്നറിയാമോ, ഈ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങള് മൊത്തം ടീമും ലോക യൂസ്ലെസ് ഐറ്റംസ് ആണ്. അല്ല, ഇവരുടെ കാര്യം പറയാണ്. ഈ ആദ്യത്തെ ടീമിന്റെ കഷ്ടപ്പാട് കണ്ടപ്പം എന്നെ പ്രോഗ്രാം പ്രൊഡ്യൂസറൊക്കെ വിളിച്ചു പറഞ്ഞു, ഇത് നടപടിയില്ലാത്ത കാര്യമാണ്, കാര്യം ഇതുങ്ങളെ കൊണ്ട് ഇത് പറ്റത്തില്ല, കാരണം ലോക ദാരിദ്ര്യമാണ്, കിട്ട് വെച്ചു കൊടുക്കാം, ഒരു വലി കഴിയുന്നെന്ന്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു. അപ്പൊ അതും വേണ്ട, ഒരു ചിരിക്കൂടൊന്നു കൂടി എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിന്റെ പുറത്ത് ഒരു ഡബിൾ നോട്ട്. ആ ഡബിൾ നോട്ടിലേക്കാണ് ബിൻസുവിനെയും സ്നേഹയെ ഇറക്കി വിടുന്നത്. ഡബിൾ നോട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ആ ഡബിൾ നോട്ടിലെ പകുതി കയറ് ഇവിടുത്തെ ആർട്ട് ഡിപ്പാർട്ട്മെന്റുകാർ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ബിൻസു തിന്നെന്നാണ് അവര് പറയുന്നത്. ശരിക്കും അവിടെ എന്തോ സ്നേഹിക്കുന്ന സംഭവിച്ചു. അവിടെ അതില് ആദ്യത്തെ 1-2 നോട്ട് അഴിച്ചപ്പോ ഏകദേശം അതിന്റെ ഒരു ടെക്നിക്ക് മനസ്സിലായി. അത് വെച്ച് കുറച്ച് മൂവ് ചെയ്തു. പക്ഷെ പിന്നെ നോക്കിയപ്പോ പണിപാളി. ഒരെണ്ണത്തിൽ എക്സ്ട്രാ ഒരു നോട്ട് കൂടി ഉണ്ടായിരുന്നു. അത് അങ്ങനെ വലിച്ചപ്പോ ടൈറ്റ് ആവുകയാണ് ചെയ്തത്. അപ്പൊ അത് പിന്നെ ഒന്നൊന്ന് അഴിച്ചെടുത്തു.
സ്നേഹയും ബിൻസും കുറച്ച് സ്റ്റക്ക് ആയിട്ടുണ്ട്. അതെ അതെ, കുറച്ച് സ്റ്റക്ക് ആയിട്ടുണ്ട്. രണ്ടുപേരും ഏകദേശം ഒരേ പക്ഷെ ഏകദേശം ബിൻസുവിന്റെ കഴിയാറായി. ഇവരുടെ സാധനം എന്ന് പറയുന്നത് ഓൾറെഡി സ്നേഹ ഭയങ്കര അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. സ്നേഹ അവിടെ കുരുങ്ങി. അപ്പൊ ബിൻസ് ബാക്കിൽ കിടക്കാനാണ് വന്നത്. അതിനുശേഷം ഒരു ഒറ്റ വരവ് വന്നു. അപ്പോഴാണ് എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞ ആമയും മുയലും പിന്നെ റേസ് പോലെ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്തായാലും പക്ഷെ ഭയങ്കര രസമായിട്ടുള്ള ഗെയിമായിരുന്നു നിങ്ങളുടെ. വെൽ ഡൺ, കിടിലമായിരുന്നു. ഫൈനൽ റൗണ്ട് പിന്നെ അനീഷും ഷഫീഖ് തുടങ്ങിയാണെന്ന് തൊട്ട് സത്യമായിട്ട് ഞാൻ വിചാരിച്ചത് ശരിക്കും ജയിച്ചതാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? തോറ്റനല്ലേ? ആ കാര്യം ഈ ചില ഈ കോമ്പറ്റീഷൻസ് വരാറുണ്ട്. മറ്റേ ഈ വള്ളി അടിക്കുക, മറ്റേ ഹുക്ക് എടുക്കുക എന്നൊക്കെയുള്ള ഇല്ലേ, അതിനകത്ത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വലിച്ച് പോയി. ആ സമയത്ത് പിന്നെ അനീഷ് വന്നിട്ട് രണ്ടാമത്തേനകത്ത് കുരുങ്ങി കിടക്കുകയാണ്. അപ്പൊ ഞാൻ തുടക്കം തൊട്ടേ നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, കോച്ചും പറഞ്ഞായിരുന്നു, അതിനകത്ത് ഒരെണ്ണം വലിച്ചാൽ ഒറ്റ ഒരെണ്ണം വലിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അത് കറക്റ്റ് നോക്കിയിട്ട് വലിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ടൈറ്റ് ആവും. പിന്നെ ഒരു അസാധ്യ പോക്ക് പോയി. ഏതാണ്ട് 7 8 ചെയ്തു. ഇതിനകത്ത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ഉണ്ട് ഒരു സാധനം എന്ന് പറഞ്ഞാല്, അനീഷ് ഓൾമോസ്റ്റ് തോറ്റ ആളാണ്. കാര്യം രണ്ടാമത്തേനകത്ത് കുരുങ്ങി കിടക്കുന്ന സമയത്ത് അനീഷ് കണ്ടില്ലായിരുന്നോ? ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. പക്ഷെ അതിലും ആ ഒരു എനിക്ക് ഇനിയും ഞാൻ കോമ്പീറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അനീഷ് ഏകൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരൊറ്റ ടീം മെമ്പർ സപ്പോർട്ട് ചെയ്തില്ല. ഞങ്ങൾ സമയം കൊടുത്തിട്ട് കേൾക്കേണ്ട 24/7 നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കോൺസെൻട്രേഷൻ നോട്ട് നോക്കാൻ കിട്ടൂല വിചാരിച്ചിട്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത്. അത് ഞങ്ങളുടെ സ്ട്രാറ്റജി, അത് ഫോക്കസ് ആണ് അവിടെ ഫോക്കസ് കൊടുക്കാന്നുള്ളത്. അനീഷ് കണ്ടിരുന്നോ അതെ അവിടെ വരെ എത്തിയത്? രണ്ടാമത്തെ നോട്ട് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലിച്ചു, അപ്പോഴത്തേക്കും ടൈറ്റ് ആയി. പിന്നെ അത് നല്ലതായിട്ട് നോക്കാനായിട്ട് കുറച്ച് സമയം എടുത്തു. അപ്പൊ 8ാമത്തേലെത്തി. അപ്പൊ ഇത് എവിടെ ചിലപ്പോ 8ാമത്തെ തന്നെ കുരുങ്ങാം, അല്ലെങ്കിൽ 9ാമത്തെ കുരുങ്ങാം. 2 സാധ്യതകളുണ്ട്. പക്ഷെ പിന്നെ ഞാൻ പോയതിലൊന്നും എനിക്ക് എന്റെ ഭാഗ്യം കൊണ്ട് എല്ലാം ഭാഗ്യം കൊണ്ടാണ്. അനീഷ് ഫാസ്റ്റ് ആണ്, ഷഫീഖ് ഫാസ്റ്റ് ആണ്. ഷഫീഖിന് അതില് കുരുങ്ങി ഷഫീഖ്. കാര്യം അതില് വലിച്ച റോപ്പ് മാറിപ്പോയി. സ്പ്ലിറ്റ് ക്യാപ്റ്റൻ, എന്താ ഇത്? ഓക്കെ, ഹാപ്പി മൂഡിലായിരിക്കണം. ഹാപ്പിയാണ്. കട്ടിങ് ഇല്ല. ഫസ്റ്റ് പോയ ഫവാസിന് 25, സെക്കൻഡ് പോയ ബിൻസുന് 25, ജയിപ്പിച്ച അനീഷിന് 30, ക്യാപ്റ്റനായി എനിക്ക് 10. കാരണം ഇത്ര നല്ല പേര് സെലക്ട് ചെയ്തതുകൊണ്ട് ബാക്കി രണ്ടുപേർക്കും 5. അല്ല, ഞാൻ ശരിക്കും ചോദിക്കട്ടെ, അതെന്താ നിങ്ങൾ 10 എടുത്തത്? ഞാൻ ക്യാപ്റ്റനായി ഇത്ര അടിപൊളി ആൾക്കാരെ ഇറക്കി വിട്ടതിന്റെ അപ്പൊ ആക്ച്വലി ഏറ്റവും കൂടുതൽ പോയിന്റ് നിങ്ങളല്ലേ എടുക്കണ്ടത്? അത് കുഴപ്പമില്ല. ലൈക്ക് എനിക്ക് ഫെയർ ആയിട്ട് ഇല്ല, ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഡിസിഷൻ ആയിരുന്നു കറക്റ്റ്? ആ ഡിസിഷനിലാണ് നിങ്ങളുടെ ജയം ഇരിക്കുന്നത്. നിങ്ങളോട് ചെയ്യുന്ന ഒരു അൺഫെയർ പ്രാക്ടീസ് അല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി അത് അൺഫെയർ ആണ്. ഇൻഡിവിജ്വൽ ഗെയിമാണ്. ഇൻഡിവിജ്വൽ ഗെയിമാണ്. പോയിന്റ്സ് എടുക്കണമെങ്കിൽ ഐ നീഡ് മൈ ടീം. ഇപ്പൊ ഓൾറെഡി പേഴ്സണലി എത്ര പോയിന്റ് കയ്യിലുണ്ട്? 60, 70, 80, 90. അല്ല, ഈ കാര്യത്തിൽ ഞാൻ മസ്താനിയെ ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം അവര് കളിച്ചവർക്കാണ് അത് കൂടുതൽ അവര് ട്രബിൾ എടുത്തത്. ആ പെർട്ടിക്കുലർ കാര്യത്തിൽ ഞാൻ എന്റെ സപ്പോർട്ട് മസ്താനി. ഞാൻ വീണ്ടും പറയാണ്, ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നതെങ്കിലും ഇത് ഇൻഡിവിജ്വൽ ഗെയിമാണ്. നിങ്ങള് അവനവന്റെ കാര്യം നോക്കുക എപ്പോഴും. കാര്യം നാളെ ഒരു ഇതുമില്ലാതെ ഒരു ദിവസം നിങ്ങൾ പുറത്തു പോവുകയും എന്റെ ടീമാണ് എന്ന് പറയുന്ന ആളുകൾ അവിടെ റിമൈൻ ചെയ്യുകയും ചെയ്യും. സോ അത് തലച്ചോറിനകത്ത് എപ്പോഴും വെച്ചേക്കുക. അപ്പൊ ആക്ച്വലി ഇന്നത്തെ നമ്മുടെ താരം അനീഷാണ്. കാര്യം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫൈറ്റ് കാഴ്ചവെച്ച് ഒരു വണ്ടർഫുൾ എപ്പിസോഡായിരുന്നു. പ്രേക്ഷകരും അതേപോലെ തന്നെ എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ സാഹസികതയും ഡ്രാമയും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.